ഗ്യാൻവാപ്പി മസ്ജിദിൽ പൂജയ്ക്ക് അനുമതി നൽകിയ ജഡ്ജി AK വിശ്വേശ്വയെ ഓംബുഡ്സ്മാനായി നിയമിച്ചു. ലക്നൌവിലെ ഡോക്ടർ ശകുന്തള മിശ്ര നാഷണൽ റീഹാബിലിറ്റേഷൻ യൂണിവേഴ്സിറ്റിയിലാണ് നിയമനം. ചെയർമാനായ സർക്കാർ നിയന്ത്രണത്തിലുള്ള സർവകലാശാലയാണിത്. വാരണാസി ജില്ലാ കോടതി ജഡ്ജിയായി വിരമിക്കുന്ന ദിവസമായിരുന്നു പള്ളിയുടെ നിലവറയിൽ പൂജയ്ക്ക് അനുമതി നൽകിയത്. മോട്ടോർ വാഹന ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിൽ മാറ്റം വരുത്തി ഗതാഗത കമ്മീഷണർ സർക്കുലർ ഇറക്കി. പോലീസ് എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ലൈസൻസ് സസ്പെൻഡ് ചെയ്യരുത് എന്നാണ് നിർദ്ദേശം. മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ കേസ് പ്രത്യേകമായി അന്വേഷിച്ച് വേണം നടപടിയെടുക്കാൻ. ട്രിപ്പിൾ റൈഡിന് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും ഗതാഗത കമ്മീഷണർ സർക്കുലർ ഇറക്കി. റോഡ് അപകടങ്ങളിൽ പോലീസ് തയ്യാറാക്കുന്ന എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പ് വാഹന ഉടമയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത്. സത്യം തെളിയിക്കുന്നതിന് വേണ്ട സമയം പോലും വാഹനയുടമകൾക്ക് കൊടുക്കാറില്ല എന്ന് പല കേസുകളിലും ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. അതിനാൽ പല കേസുകളും കോടതിയിൽ തള്ളിപ്പോകാറുമുണ്ട്. സ്വാഭാവിക നീതി ഉറപ്പാക്കുന്നതിനാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിൽ മാറ്റം വരുത്തിയത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ കേസ് പ്രത്യേകമായി അന്വേഷിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ട് അടിസ്ഥാനമാക്കി വേണം ഇനി ലൈസൻസ് സസ്പെൻഡ് ചെയ്യേണ്ടത്. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ തൊട്ട് താഴോട്ടുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഗതാഗത കമ്മീഷണർ ADGP S. ശ്രീജിത്ത് നിർദ്ദേശം നൽകിയത്. ഇതിനോടൊപ്പം മറ്റു ചില മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ട്രിപ്പിൾ റൈഡിന് പിടിച്ചാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അപകടകരമായി വാഹനമോടിക്കൽ, മദ്യപിച്ച് വാഹനമോടിക്കൽ, വാഹനം ഇടിച്ചിട്ട് മുങ്ങൽ എന്നിവയ്ക്കും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൊബൈൽ ഫോണിൽ സംസാരിച്ച് വാഹനമോടിച്ച് 3 തവണ പിടിച്ചാലും ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. RB സനൂപ്, മീഡിയ 1, തിരുവനന്തപുരം.